നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ടി വരികയും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. കേരയെക്കുറിച്ചും കേര ഇന്നത്തെ കാർഷിക സമൂഹത്തിന് നൽകാവുന്ന സംഭാവനകളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് സുരേഷ് തമ്പിസാറാണ്. അദ്ദേഹം കേരയുടെ പ്രൊക്യൂർമെൻറ്റ് ഓഫീസറും കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സർ, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ കേര എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും അതിനെ തെങ്ങുമായിട്ടും തേങ്ങയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും കേരയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ശരിക്കും എന്താണ് കേര? എങ്ങനെയാണ് ആശയം തന്നെ രൂപം കൊണ്ടത്? ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? 2018 പ്രളയം വന്നതിന് ശേഷം കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്നത് കർഷകർ മാത്രമല്ല, ഒത്തിരി ആൾക്കാരും ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ 2018 ഈ പ്രളയത്തിന് ശേഷം വേൾഡ് ബാങ്കിൻ്റെ ഒരു വലിയൊരു സഹായത്തോടു കൂടിയാണ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞുകൊണ്ട്, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് RKI പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയത്. അതൊരു ബൃഹത് പദ്ധതിയായിരുന്നു. അതൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, PWD ഉണ്ടായിരുന്നു, അനിമൽ ഹസ്ബൻഡറി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫണ്ട് കൊടുത്തിട്ടാണ് എങ്ങനെ കേരളത്തിനെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാം എന്നതായിരുന്നു അതിൻ്റെ ഒരു ആശയം. 2018 വരികയും 2019, 20, 21 വളരെ നന്നായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു RKI പദ്ധതി. അത് കോർഡിനേറ്റ് ചെയ്ത നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. ആ സമയത്താണ് കേരളത്തിൻ്റെ കാർഷിക വൃത്തിയിൽ ധാരാളം ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മുന്നോട്ട് വരികയും കൃഷി വകുപ്പ് അത് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അതിൻ്റെ പിൻബലത്തിലാണ് വേൾഡ് ബാങ്ക് 2022 എനിക്ക് തോന്നുന്നു മെയ് മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവർ കേരളത്തിൽ ഇതുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ RKIയുടെ ഒരു ചുമതലയിൽ സംസാരം നടക്കും. RKI ആണ് ആ സമയത്ത് വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്, റീബിൽഡ് കേരള. അവരുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവീലായിട്ടാണ് ഇത് വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ കൃഷിയുമായിട്ട് വളരെ ബന്ധമില്ല, അവർ പല ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് അത് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തപ്പോഴത്തേക്കാണ് പദ്ധതിയുടെ ഒരു വലിയൊരു ഡിസ്കഷൻ നടന്നത്. അതൊക്കെ പങ്കെടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ കാർഷികമായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കുന്നു, അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിൻ്റെ പല ചർച്ചകൾ നടന്നത്. ആ ചർച്ചകൾ നടന്നപ്പോഴത്തേക്ക് കാർഷികമായിട്ട് ഉൽപ്പാദനം കൂട്ടണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതിൻ്റെ കൂടെ വാല്യൂ ചെയിനിൽ ഇൻ്റർവെൻഷൻസ് വേണം, അങ്ങനെയൊന്ന് പറഞ്ഞുകൊണ്ട് ധാരാളമായിട്ടുള്ള മൂല്യശൃംഖലയിൽ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഇടപെടലുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചർച്ചകൾ വന്നത്. അങ്ങനെ ചർച്ചകൾ വന്നപ്പോഴത്തേക്കാണ് ഈ പേര് ഉരുത്തിരിഞ്ഞ് വരുന്നത്, കേര എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഈ പേരിന് പലപ്പോഴും നാളികേരവുമായിട്ടും വെളിച്ചെണ്ണയുമായിട്ടും ഒക്കെ ബന്ധം ഉള്ളത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ കേരള എക്കണോമിക് റിവൈവൽ ഇൻ അഗ്രികൾച്ചർ എന്നാണ്. അങ്ങനെയാണ് ഈ കേര എന്നുള്ള പദ്ധതി പേര് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആയിരുന്നു. ആ പദ്ധതി ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സമർപ്പിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് വഴി സമർപ്പിക്കുകയും അതിനുശേഷം എനിക്ക് തോന്നുന്നു 2022 സെപ്റ്റംബർ മാസത്തിൽ ഇത് അംഗീകാരത്തിനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേര എന്നുള്ള പദ്ധതി, ഈ പേരിൻ്റെ ഉത്ഭവവും പേരിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് ഇത് കൂടുതൽ ഡിസ്കഷൻ നടക്കുകയും വേൾഡ് ബാങ്കിൻ്റെ ഇൻ്റർവെൻഷൻസിനോട് കൂടി നമുക്ക് 2023 ജനുവരിയിൽ ഇത് പദ്ധതി പാസ്സായി വരികയും ചെയ്യുന്നത്. ഏകദേശം 2300 കോടിയുടെ വലിയൊരു ബൃഹത് പദ്ധതിയായിട്ട് കേരളത്തിലെ കാർഷിക ജനതയ്ക്ക് വേണ്ടിയിട്ട് അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട്, അതിനൊരു വലിയൊരു ഭാവിയുണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ എന്ന് നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് അതിനെ ഒന്ന് മെച്ചപ്പെടുത്തുക എന്ന വലിയ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. സോ സാർ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്താണ് ക്ലൈമറ്റ് റെസീലിയൻസ്? അതുപോലെ തന്നെ കേര എത്രത്തോളം ഇന്നത്തെ കാർഷിക സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് കേരയ്ക്ക്? അത് കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടും കേര പദ്ധതി മൂലം? ഒന്ന് വിശദീകരിക്കാം. ഇതിനകത്ത് കുറേ കേരളത്തിലെ കാർഷിക മേഖലയിലെ ഇഷ്യൂസിനെ പ്രോബ്ലങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞത് ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാർഷിക വൃത്തിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുണ്ടാകുന്ന ഒത്തിരി ചേഞ്ചസാണ്. ആ ചേഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് കാർഷിക മേഖലയിൽ പല കൃഷിയും ഇപ്പോൾ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, സമയം ബന്ധിതമായിട്ട് മഴയില്ല,
അതുപോലെ തന്നെ വരൾച്ച എപ്പോഴാണ് വരുന്നതെന്നല്ല, അങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഇനി കാർഷിക വൃത്തി മുന്നോട്ട് പോകത്തുള്ളൂ. എങ്കിൽ മാത്രമേ കർഷകൻ മുന്നോട്ട് ഇറങ്ങി വരത്തുള്ളൂ. പുതിയ കർഷകനെ നമുക്ക് ആവശ്യമാണ്. പഴയ കർഷകരെല്ലാവരും അറിയാം 60 എബോവ് 60 ഒക്കെ ആയി വരുന്നാൽ പുതിയ കർഷകരെന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ഇതിനകത്തോട്ട് വരേണ്ടതുണ്ട്. അവർക്ക് വരണമെങ്കിൽ പൈസ ഇറക്കിയാൽ തിരിച്ച് കിട്ടണമെങ്കിൽ മാത്രമേ ഇപ്പോൾ ആൾക്കാർ വരത്തുള്ളൂ. ബിക്കോസ് എവരി വൺ ഈസ് ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഒരു കർഷകൻ എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ട് മാറണമെങ്കിൽ ആൻഡ് വി ഷുഡ് പ്രൂവ് ദാറ്റ് അവിടെ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് പൈസ ഇറക്കുമ്പോഴത്തേക്ക് തിരിച്ച് കിട്ടണം എന്ന ഒരു അഷ്വറൻസ് നമുക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർ വരത്തുള്ളൂ. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഈ മാറ്റത്തിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് ക്ലൈമറ്റ് റെസിലിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ നോർമൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ്. ആ കൃഷി രീതിയിൽ നിന്ന് നമുക്ക് മാറി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് പ്രതികൂലിക്കാൻ, അതിനെ നമുക്ക് ചെറുക്കാനായിട്ട് ഏത് രീതിയിൽ കൃഷി കൊണ്ടുവരാം, ഇതായിരിക്കണം നമ്മുടെ പ്രൈം ഫോക്കസ്. അതാണ് നമ്മുടെ CRA പ്രാക്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട്, ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് മെയിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഒരു പയർ കർഷകനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതേപോലെ തന്നെ വേറൊരാൾ തൃശ്ശൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെങ്കിൽ ചിലപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കാം, ഒരേ രീതിയിലുള്ള കൃഷിയായിരിക്കാം. ഇതിനെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ കാലാവസ്ഥയല്ല ഇപ്പോൾ തൃശ്ശൂരിലെ കാലാവസ്ഥ, എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ഒരു മാറ്റം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പയർ തൃശ്ശൂർ ചെയ്യുന്നത് ഏതിനമായിരിക്കണം, അത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അത് ഏത് വളമാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് വളം കൊടുക്കേണ്ടത്, ആ വളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായ ഒരു കർഷകന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവൻ ആ രീതിയിൽ കൃഷി ചെയ്ത് അതൊരു ലാഭമാക്കി മാറ്റും. തിരുവനന്തപുരത്ത് ചെയ്യുന്ന ആളിന് അത് ഏത് വെറൈറ്റി ആയിരിക്കണം ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് വളപ്രയോഗം നടത്തേണ്ടത്, ആ വളപ്രയോഗത്തിൻ്റെ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം തൃശ്ശൂർ. ഇത് നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് പ്രൊവിഷനില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ചെയ്താലും തൃശ്ശൂർ ചെയ്താലും നീ ഇത്ര യൂറിയ ഉപയോഗിക്കോ അല്ലെങ്കിൽ ഇത്ര പൊട്ടാഷ് ഉപയോഗിക്കും നമുക്ക് ഒരു ബ്ലാങ്കറ്റായിട്ട് പറയുന്നു. അതിനെ നമുക്ക് മാറ്റി തിരുത്താനായിട്ട് കേര വഴി സാധിക്കണം. കേരളത്തിൽ എവിടെ കൃഷി ചെയ്താലും, ഏത് പഞ്ചായത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാലും നീ ഈ വിളയാണ് ചെയ്യേണ്ടത്, ഈ വിളയുടെ ഈ വെറൈറ്റിയാണ് ചെയ്യേണ്ടത്, ഈ വെറൈറ്റിക്ക് ഈ വളമാണ് കൊടുക്കേണ്ടത്, അതിങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു കൃഷി ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന് പറയാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക് CRA പ്രാക്ടീസ് എന്ന് പറയുന്ന ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു ഭാഗം അഡ്രസ്സ് ചെയ്യും. രണ്ടാമത്തെ ഭാഗം എന്താ? നമുക്ക് ഒരു കർഷകന് എത്ര ഭൂമി കേരളത്തിലുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനം അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 0.2 ഹെക്ടർ അല്ലെങ്കിൽ 0.18 ഹെക്ടർ എന്ന് പ്രിസൈസായിട്ട് പറയാം, ഇത്രയും ഒരാൾക്ക് ലഭ്യമായിട്ടുള്ളൂ. ഈ ഭൂമിയിൽ അവൻ കൃഷി ചെയ്തുകൊണ്ട് വിജയിക്കുമെന്ന് എപ്പോഴും തോന്നാറുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം എന്ന് വെച്ചാൽ തുണ്ട് ഭൂമിയിൽ എത്രത്തോളം കൃഷി ചെയ്യാൻ സാധിച്ചത്, കമേഴ്ഷ്യലായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വലിയ ലിമിറ്റഡ് റിസോഴ്സാണ്. അവിടെയാണ് അടുത്ത ചലഞ്ച്. ഈ കർഷകരെ എങ്ങനെ ഗ്രൂപ്പാക്കാം? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പാക്കാൻ എന്ത് ചെയ്യണം? ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനികളുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ശാക്തീകരിക്കാം? ഇതായിരിക്കണം അടുത്ത ചിന്ത. അങ്ങനെ ക്ലൈമറ്റ് റെസിലിയൻ്റ് വഴി ഒരു കൃഷി നമ്മൾ രൂപപ്പെടുത്തുന്നു. ആ രൂപപ്പെടുത്തുന്ന കൃഷി വഴി ചെറുകിട കർഷകർ ചെയ്യുന്നു. ആ ചെറുകിട കർഷകരുടെ ഒരു ഐക്യം ഉണ്ടാകുന്നു. ആ ഐക്യം വഴി ഉണ്ടാകുന്ന വലിയൊരു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനത്തിനെ നമ്മൾ ഒരാൾക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നു. അവിടെയാണ് രണ്ടാമത്തെ ഇൻ്റർവെൻഷൻ. അതിൻ്റെ വാല്യൂ ചെയിനിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നത്, അവിടെയാണ് കേര രണ്ടാമതിനകത്ത് ഇൻ്റർവെൻ ചെയ്യുന്നത്. അതിനുശേഷം ഇത് അവിടെയും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കർഷകൻ തീരുമാനിക്കുകയാണ് ഇതൊരു ബിസിനസ്സാക്കി നമുക്ക് മാറ്റണം. എങ്കിൽ ഇവിടെ ആര് വേണം? ധാരാളം ബിസിനസ്സുകാർ വരണം. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സുകാരെ നമ്മളിവിടെ ക്ഷണിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു, അതിനെ ബിസിനസ്സാക്കി മാറ്റി. ഈ ഒരു എൻ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് കേര എന്ന് പറയുന്ന പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് കേരയുടെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ചലഞ്ചായിട്ടുള്ള ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ, രണ്ടാമത്തെ ചലഞ്ചായിട്ടുള്ള നമ്മുടെ കർഷകരുടെ തുണ്ടുഭൂമിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. മൂന്നാമത്തെ ചലഞ്ച് എന്താണ്? കൂലിച്ചെലവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൾഫിൽ വരുമ്പോലെയാണ് പുറംനാടിൽ നിന്നും നമ്മുടെ ലേബറേഴ്സ് വരുന്നത്. 1200, 1100 രൂപ ഒരു ദിവസം കിട്ടുന്നു. അവിടെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? അവിടെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കർഷകന് എവിടെയാണോ ഏറ്റവും കൂടുതൽ ചിലവുണ്ടാകുന്നത് ആ ചിലവ് കുറയ്ക്കാനായിട്ട് ഏത് രീതിയിൽ കേരയ്ക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റും, അവിടെ ഇൻ്റർവ്യൂൻ ചെയ്യുക. അങ്ങനെ ചിലവ് കുറയ്ക്കാൻ സാധിക്കുക. അത് ലേബർ ആയിക്കോട്ടെ, ഇൻപുട്സ് ആയിക്കോട്ടെ, എന്തായാലും ആ ഒരു സാധനത്തിനകത്ത് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ
കർഷകന് വലിയൊരു വിജയമാണ്. അങ്ങനെ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കേര സാധിക്കുമെങ്കിൽ കേര വിജയിച്ചു എന്നുള്ളതാണ്. കൃഷി രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് കർഷകർ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് കർഷകന് ആവശ്യമായിട്ടുള്ള കൃഷി രീതികളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന അറിവുകൾ പകർന്നു കൊടുക്കാനാണ് കൃഷി ഓഫീസർമാർ. അതാണ് ഒരു ശൃംഖല എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്നു, ആ റിസർച്ച് ആക്ടിവിറ്റിയെ ഫീൽഡ് തലത്തിൽ കൊണ്ടുവരുന്നു, അത് നമ്മൾ കർഷകന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ 3 ഒരു ടയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന വെറൈറ്റികൾ ഏതൊക്കെയാണ്, ഏത് രീതിയിൽ കൃഷി ചെയ്യണം, ഏത് സ്ഥലത്ത് ഏത് രീതിയിൽ ചെയ്യണം, പുതിയ ആധുനിക രീതിയിലുള്ള കൃഷി രീതികൾ അവലംബിക്കാൻ സാധിക്കും. ഇതെല്ലാം അവിടെ റിസർച്ച് നടത്തി, അത് കേരയുടെ സഹായത്തോടു കൂടി റിസർച്ച് നടത്തി അവൻ ഒരു അഗ്രോ ഇക്കോളജിക്കൽ സോൺസ് എന്ന് പറയുന്ന 23 കേരളത്തിന് 23 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ വിഭാഗത്തിനും ഇതാണ് ചെയ്യേണ്ടത് പയറിന്, ഇതാണ് തക്കാളിക്ക് ചെയ്യേണ്ടത്, ഇതാണ് വഴുതനയ്ക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാനായിട്ട് യൂണിവേഴ്സിറ്റി ഹാസ് ടു മേക്ക് ഒരു പാക്കേജ് ഉണ്ടാക്കണം. ആ പാക്കേജ് ഉണ്ടാക്കാനായിട്ട് കേരയുടെ വലിയൊരു സഹായം കൊടുക്കുകയാണ്. ഇതാണ് കർഷകന് ആവശ്യമായിട്ടുള്ള ബേസിക്കായിട്ട് വേണ്ട കാര്യം. അതിനുശേഷം എന്ത് ചെയ്യും? ഈ സാധനം അവരുണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റിക്കാരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ റിസർച്ചിനെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഓരോ പഞ്ചായത്തിലും നമ്മൾ ഡെമോൺസ്ട്രേഷൻസ് ചെയ്യും, മാതൃകാ തോട്ടങ്ങളുണ്ടാക്കും. ഇവിടെ നടക്കുന്ന ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ സാധനം കർഷകരുടെ ഇടയിൽ നേരിട്ട് കൊണ്ടു കൊടുത്താൽ കർഷകർ എന്ത് പറയും? ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി നൽകണമെങ്കിൽ സീയിങ് ഈസ് ബിലീവിങ് ആണ്, കാണുന്നത് വിശ്വസിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റിസർച്ചിനെ നമ്മൾ കർഷകരുടെ തോട്ടത്തിൽ ഇത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം. ഈ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരാൾ ചെയ്യുന്നു, അവൻ കൺവിൻസ്ഡായി, കൊള്ളാം, അവനൊരു 10 പേരെ കാണിക്കുന്നു, 10 പേര് 100 പേരെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു മാതൃകാ തോട്ടം പലരുടെയും ഒരു കാഴ്ച വസ്തുവായിട്ട് മാറുന്നു, അവൻ്റെ കണ്ണ് തുറക്കാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മൾ ഏകദേശം ഒരു 14,000-ഓളം ഡെമോൺസ്ട്രേഷൻസ് ഈ വരും വർഷങ്ങളിൽ നമ്മൾ കേരളത്തിൽ ചെയ്യും. 14 ജില്ലകളിലും ചെയ്യും, 14 പല വിളകളിൽ ചെയ്യും. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് കണ്ടു പഠിക്കുക, എന്നിട്ട് ചെയ്യുക. അങ്ങനെ ഏകദേശം 4 ലക്ഷത്തോളം കർഷകർ ഈ 2029 നവംബർ ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ ഈ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്ത് വരും കാലങ്ങളിൽ മറ്റുള്ള കർഷകരിലേക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് കേരയുടെ ഒരു അവസാനത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടമായിട്ട് നമ്മൾ കാണുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നടപടി എന്ന് പറയും. ഓക്കെ സാർ, ഒരു ലോങ് ടേമിൽ കേര നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ലോങ് ടേമിൽ ഉണ്ടാകുന്ന മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് കേര എന്ന് പറയുന്ന ഒരു പദ്ധതിയെ നമ്മൾ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിമാർഗ്ഗങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 4 ലക്ഷത്തോളം കർഷകർ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് വരികയും അവനിത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത്. ഈ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യം എന്താ പറ്റുക? പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ കർഷകർ പറയും, പ്രൊഡക്ഷൻ കൂടി, പ്രൊഡക്ടിവിറ്റി കൂടി, ഇത് വിൽക്കാൻ സ്ഥലം വേണ്ടേ അപ്പോൾ എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ആ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് അലയൻസാണ്. അതായത് ഇവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ കാർഷിക വസ്തുക്കളും വാങ്ങാനായിട്ട് ഒരാൾ വേണം. അത് നമ്മൾ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു, തുണ്ടുഭൂമിയിലുള്ള കർഷകരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനികൾ ഉണ്ടാക്കുന്നു. ആ ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനിയിൽ നിന്നും ഒരു അഗ്രി ബിസിനസ് പ്ലെയർ അത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്ത് എന്താ, ഞാൻ എത്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്താലും എനിക്കൊരാൾ അവിടെ വാങ്ങാനുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസം അവനിൽ വരും. അപ്പോൾ ആ പ്രൊഡക്ഷൻ കൂട്ടും, ഏരിയ കൂട്ടും, അവനൊരു വിശ്വാസം വരും, കാർഷിക മേഖലയിൽ നിന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്നുള്ളൊരു വിശ്വാസം വരും. ആ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേര വഴി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവനൊരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ലഭ്യമാകുകയും ചെയ്യും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വരുമാനം എവിടെയാണ് സ്ഥായിയായിട്ട് നിൽക്കുന്നത്? നാണ്യവിളകളിലാണ്. ആ നാണ്യവിളകളെന്ന് ചോദിക്കുകയാണെങ്കിൽ റബ്ബറുണ്ട്, ഏലമുണ്ട്, കോഫിയുണ്ട്, ടീ ഉണ്ട്, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറുകിട കർഷകർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ റബ്ബറിലും
കാടമത്തിലും അതുപോലെ തന്നെ കോഫിയിലുമാണ്. ഈ 3 മേഖലകളിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്യാണ്. അതുവഴി എന്താ പറ്റുക, ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓരോ ബോർഡുകാർ തീരുമാനിക്കുന്നു. സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, കോഫി ബോർഡ്. ഈ തീരുമാനിക്കുന്ന ഈ വെറൈറ്റീസ് കർഷകനെ കൊണ്ട് പുനർനടീപ്പിക്കുന്നു. നമ്മുടെ ആവശ്യം എന്താണ്, വരും കാലങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ഭയങ്കരമായിട്ടുണ്ടാകുമ്പോഴത്തേക്ക് ഈ വെറൈറ്റി അതിനെല്ലാം അതിജീവിച്ച് അവന് നല്ല വരുമാനം കിട്ടും. ആ വരുമാനം കിട്ടാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ അതിനെ വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാണ്യവിളകൾ വരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനുശേഷം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിനൊരു ബിസിനസ്സാക്കി മാറ്റണം. ഇപ്പോൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ കൃഷി എന്താ പറയുന്നത്, വ്യവസായം. കേരളത്തിൽ മാത്രമേ കൃഷിയായിട്ട് നിൽക്കുന്നുള്ളൂ. അവിടെയെല്ലാം ഇതൊരു ബിസിനസ്സാണ്. മൂന്നാമത്തത്, ഇങ്ങനെയുള്ള കർഷകനെ നമ്മൾ ഒരു വാല്യൂ ആഡഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ നമുക്ക് അഗ്രി പാർക്ക്, MSME ഇങ്ങനെയെല്ലാം ഉള്ള കാർഷിക മേഖലയിലുള്ള MSMEയെ പ്രോത്സാഹിപ്പിക്കുക, ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ കാർഷിക മേഖല ചെയ്യാൻ താല്പര്യമുള്ള അഗ്രി പാർക്കുകളുണ്ട്. എന്താണ് അഗ്രി പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ലാൻഡ് കിട്ടാനില്ല കേരളത്തിൽ, ഒരു ചെറിയ തുണ്ട് ഭൂമിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 എയർപോർട്ടുണ്ട്, അതിഗംഭീരമായിട്ടുള്ള നേവൽ ബേസ് വരുന്ന നമ്മുടെ സീപോർട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്താ, ലാൻഡില്ല. ആ ലാൻഡ് കൊടുക്കാനായിട്ട് ഏകദേശം 70ഓളം ഏക്കർ നമ്മുടെ സർക്കാർ ഭൂമി നമ്മുടെ ആൾക്കാർക്ക്, ബിസിനസ്സുകാർക്ക് ലീസിന് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ലാൻഡ് കണ്ടെത്തുന്നു. അവിടെ ഇവർ ഒരു വാല്യൂ ആഡ് ചെയ്യുന്ന, മൂല്യവർദ്ധനം ചെയ്യുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ FPCകൾ ABPക്ക് നമ്മുടെ ബിസിനസ് പ്ലെയേഴ്സിന് കൊടുക്കുന്നു. ബിസിനസ് പ്ലെയേഴ്സിന് വേണമെങ്കിൽ അഗ്രി പാർക്കിൽ വന്ന് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാം. ഇല്ല എങ്കിൽ FPCകൾക്ക് സംരംഭം തുടങ്ങാം. അവർക്കതിനെ വേണമെങ്കിൽ ഒരു വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആക്കാം. അത് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം. അത് വേണമെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ നല്ല ഡൊമസ്റ്റിക് മാർക്കറ്റുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റാർട്ടപ്പുകൾ ധാരാളം ഇഷ്യൂസ് ഉണ്ട് കർഷകരുടെ. അതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഏകദേശം 150ഓളം ഇഷ്യൂസിനെ, പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പരിഹരിക്കാനായിട്ട് സ്റ്റാർട്ടപ്പിനെ കൊണ്ടുവരുന്നു. അങ്ങനെ 150 പ്രോഡക്റ്റ് ഏകദേശം 40,000 കർഷകരുടെ കയ്യിൽ എത്തത്തക്ക രീതിയിൽ നമ്മൾ 2029 നവംബർ വരേക്കും ഉണ്ടാകണം എന്നൊരു വിഭാവനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിൽ പ്രൊഡക്ഷൻ, വാല്യൂ അഡീഷൻ, ബിസിനസ്, ഈ 3 മേഖലകളിലും കേര ഇൻ്റർവീൻ ചെയ്യുന്നതോടുകൂടി കേരളത്തിലെ വലിയ ഒരു കാർഷിക മേഖലയിൽ ഒരു ഉത്തേജനം ഉണ്ടാകുകയും ഒരു കാർഷിക മേഖലയിൽ വലിയൊരു വികസനം ഉണ്ടാകും എന്ന ഒരു കാഴ്ചപ്പാടാണ് കേര കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് നിൽക്കാൻ പാടില്ല. എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് അതിന് നമ്മൾ സുസ്ഥിരമായി നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാടും കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അതാണ് കേരയുടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേര 2029 തീർന്നു കഴിഞ്ഞാലും കേരയുടെ ഇമ്പാക്റ്റ് ഇനിയും വരും വർഷങ്ങളിൽ കാർഷിക മേഖല ഉണ്ടാകും എന്ന വലിയ വിശ്വാസമാണ്. സർ, ഇപ്പോൾ ഒരുപാട് യുവ കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപാട് യുവാക്കൾ കൃഷിയിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം അവരോട് എന്താണ് സാർക്ക് പറയാനുള്ളത്? പണ്ട് കർഷകർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയും. അതായത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക, ബാക്കി ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അത് വലിയ പോസ്റ്റിനൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയായിരുന്നു പണ്ട്. ഇപ്പോൾ അത് മാറി, ജീവിതശൈലി മാറി. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയാണ്. ആ പൈസ വേണമെങ്കിൽ എന്താ, നമ്മൾ ബിസിനസ്സാക്കി മാറ്റണം. ഏകദേശം 60% കേരളത്തിലെ ആൾക്കാർ അഗ്രികൾച്ചറിനെ ഒരു 2ാം കിട ഒരു വരുമാന മാർഗമായിട്ടാണ് കാണിച്ചിരുന്നത്. അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് വേറെ ജോലിയും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ 2ാം കിട ഒരു വരുമാന മാർഗത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കുറവാണ്. ഒരിക്കലും അത് മുന്നോട്ട് വരത്തില്ല. അതിനെ നമ്മൾ 1ാം കിടയിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ യുവ കർഷകർക്ക് നമുക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണം, അവനാവശ്യമായിട്ടുള്ള ടെക്നോളജി കൊടുക്കണം, അവനാവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കലായിട്ടും മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഒരുക്കി കൊടുക്കണം. വൺസ് അവനത് ഫീൽ ചെയ്യാണ്, ഇവിടെ വന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഇന്ന ആൾ വാങ്ങും, ഇവിടെ ഒരു മാർക്കറ്റുണ്ട് എന്ന് അവൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് യുവ കർഷകർ ഇതിനകത്തോട്ട് ഇറങ്ങും. ധാരാളം യുവ കർഷകർ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു പ്രോജക്റ്റ് തന്നെ, നവോധൻ എന്നുള്ള പ്രോജക്റ്റിനകത്ത് തന്നെ ലാൻഡ് പാഴ്സൽസ് കേരളത്തിൽ അവൈലബിൾ അല്ല. പക്ഷെ നമ്മൾ ലാൻഡ് പാഴ്സൽസ് ധാരാളം ഭൂമി നമുക്ക് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് കർഷകർ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ കർഷകർ മിക്കവാറെല്ലാം യുവ കർഷകരാണ്. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ IT യിലുള്ള കർഷകരെ
അവർ IT-യിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഈ സാങ്കേതികമായിട്ട് ഭയങ്കര ജ്ഞാനമാണ്. ഈ ജ്ഞാനം ഇതിനകത്ത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ച് വരുന്ന കൃഷിയിൽ അങ്ങനെ ഉപയോഗിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വഴി ഇത് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ യുവതലമുറകൾ എൻ്റെ അഭിപ്രായത്തിൽ കേര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിഷനിലേക്ക് അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് വരണം. അവരിതിനെക്കുറിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ഈ പറയുന്ന കൃഷി രീതിയിൽ നമുക്ക് അവരെയും കൂടെ ഇൻവോൾവ്മെൻറ്റും അവരുടെ ഒരു വലിയൊരു പ്രോത്സാഹനവും ഇതിനകത്ത് ആവശ്യമാണ്. എസ്പെഷ്യലി സ്റ്റാർട്ടപ്പും അഗ്രി പാർക്കും MSMEയിലും ഇതിലെല്ലാം യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ഇത് ഫ്ലറിഷ് ചെയ്യും, കൃഷി ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥയാണ്. ഇത്രയും നേരം നമുക്ക് കേര പദ്ധതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി തന്ന സുരേഷ് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.